കേരളത്തിൽ വലിയ രീതിയിൽ ദേശീയ നവോത്ഥാനം ശക്തിപ്പെടുന്നുവെന്ന് എന്നതിന് തെളിവാണ് തിരുനാവായ കുംഭമേളയിൽ അനുഭവപ്പെടുന്ന അഭൂതപൂർവമായ തിരക്കെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേരളത്തിന്റെ ആധ്യാത്മിക ചൈതന്യം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇപ്പോഴുണ്ടാകുന്ന എല്ലാ എതിർപ്പുകളും 5-10 വർഷം കഴിയുമ്പോൾ മാറി സമൂഹമാകെ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. തിരുനാവായിലെത്തിയ അദ്ദേഹം നിളാരതിയിലുൾപ്പെടെ പങ്കെടുത്തു. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന് അനുദിനം തിരക്കേറുകയാണ്. ഇന്നലെ 10ാം ദിനവും ലക്ഷക്കണക്കിന് സനാതനധർമ്മ വിശ്വാസികളാണ് നിളാസ്നാനം നടത്തി ആരതിയിലുൾപ്പെടെ പങ്കെടുത്തത്. കേരളത്തിൽ വലിയ രീതിയിൽ ദേശീയ നവോത്ഥാനം ശക്തിപ്പെടുന്നുവെന്നതിന് തെളിവാണ് തിരുനാവായ കുംഭമേളയിൽ അനുഭവപ്പെടുന്ന അഭൂതപൂർവമായ തിരക്കെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ ആധ്യാത്മിക ചൈതന്യം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. കേരളം പതിയെ അതിന്റെ തനത് സംസ്കാരം വീണ്ടെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ സനാതനധർമ്മത്തിൻ്റെ ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്ഥലം പുണ്യസ്ഥലമായിട്ടുള്ള നമ്മുടെ കേരളം, പരശുരാമ ഭൂമി, ആദിശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും അതുപോലുള്ള മഹാമനീഷികൾക്ക് ജന്മം നൽകിയ പവിത്രമായ ഈ കേരളത്തിൽ അന്യം നിന്നുപോയ ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു ആധ്യാത്മിക ചൈതന്യം ഇപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ നിളാതീരം വലിയ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയും ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെയും വിളനിലമായിരുന്നു. ഇവിടെ മഹാമാമാങ്കങ്ങൾ നടന്നിരുന്നു. നവോത്ഥാന നായകന്മാർ വിതച്ച വിത്തിട്ട മണ്ണിൽ നാസ്തികവാദികളും സെമിറ്റിക് മതങ്ങളുടെ മതമൗലികവാദികളുമെല്ലാം കേരളത്തെ മറ്റൊരു മണ്ണാക്കി മാറ്റി. ഇപ്പോൾ കേരളം പതിയെ അതിൻ്റെ തനത് സംസ്കാരം വീണ്ടെടുക്കുകയാണ്. ഒരു തനത് കേരളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കുംഭമേളയ്ക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ എതിർപ്പുകളും 5-10 വർഷം കഴിയുമ്പോൾ മാറും. അന്ന് സമൂഹമാകെയും അപ്പോൾ ഉണ്ടാകുന്ന സർക്കാരും ഉൾപ്പെടെ ഏറ്റെടുത്ത് പുണ്യപ്രവൃത്തിയായി മഹാമാഘ മഹോത്സവം മാറുമെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് കേരളത്തിൽ ഈ എതിർപ്പുകളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ എതിർപ്പുകളും 5-10 വർഷം കഴിയുമ്പോൾ സമൂഹമാകെ ഏറ്റെടുത്ത് അപ്പോൾ ഉണ്ടാകുന്ന സർക്കാർ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഇത് മാറും. അത് എല്ലാ നല്ല കാര്യങ്ങളെയും ആദ്യം എതിർക്കുന്ന ഒരു മണ്ണാണ് കേരളം. അതിനെ ആ നിലയിൽ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ നല്ല കാര്യങ്ങളെയും ആദ്യം എതിർക്കുന്ന മണ്ണാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഓരോ ദിവസവും നിളാതീരത്തെത്തുന്നത്. ജനം, തിരുനാവായ.